PSG വേഴ്സസ് ഇന്റർ. നിങ്ങളൊരു ന്യൂട്രൽ ഫുട്ബോൾ ഫാൻ ആണെങ്കിൽ ഇതിലും വലിയൊരു ഫൈനല് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനില്ല. വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ കുറെ ആഴ്ചകളും മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ചാനലിൽ വീണ്ടും ഒരു യൂറോപ്യൻ ഫുട്ബോൾ വീഡിയോ വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ബാഴ്സലോണയുടെ ഒരു വീഡിയോ ചെയ്തപ്പോ അതിന് ഞാൻ വലിയ ഡയലോഗ് അടിച്ചിരുന്നു, ഇനി നമ്മൾ റെഗുലർ ആയിട്ട് ഒരുപാട് യൂറോപ്യൻ ഫുട്ബോൾ വീഡിയോകൾ ചെയ്യുമെന്ന്. എന്നാലും മഴ, പനി അങ്ങനെ ഓരോരോ കാരണങ്ങളാൽ അത് നീണ്ടുപോയി. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന വളരെ ചുരുക്കം യൂറോപ്യൻ ഫുട്ബോൾ ഫാൻസ് ആരും ഇനി നിരാശപ്പെടേണ്ട. ഇതാ ഈ വീഡിയോ നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നു. ഈ ശനിയാഴ്ചയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ദ ബിഗസ്റ്റ് ഗെയിം ഇൻ യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ. ഒരു ഭാഗത്ത് അവരുടെ സൂപ്പർ താരങ്ങളെ എല്ലാം പറഞ്ഞുവിട്ട് ഒരു നല്ല കോച്ചിനെ കൊണ്ടുവന്ന് ഒരു സൂപ്പർ ടീമിനെ ബിൽഡ് ചെയ്ത് ഫൈനൽ വരെ നമ്മളെ ത്രില്ലടിപ്പിച്ച് ഇവിടം വരെ എത്തിയ PSG. മറുഭാഗത്ത് ടൂർണമെന്റിന്റെ തുടക്കത്തിലെ പലരും കറുത്ത കുതിരകളെന്ന് മുദ്രകുത്തിയ വളരെ കൺസിസ്റ്റന്റ് ആയി ഇതുവരെ കളിച്ചു വന്ന സെറിയ വമ്പന്മാരായ ഇന്റർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂണിക്കിൽ നടക്കുന്ന ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഡിസൈഡ് ചെയ്യാൻ പോകുന്ന 5 കീ പ്ലെയർ ബാറ്റിലുകളെ കുറിച്ചാണ്. അതിന്റെ അർത്ഥം ഞാൻ കുറച്ചൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ 5 ഇൻഡിവിജ്വൽ ബാറ്റിലുകൾ ഏത് ടീം ജയിക്കുന്നോ അവർക്കായിരിക്കാം ഈ ഫൈനലിൽ ഒരു മുൻതൂക്കം എന്ന് എന്റെ മനസ്സ് പറയുന്നു. ബിഫോർ വി ഗെറ്റ് ഇൻടു ഓൾ ദാറ്റ്, നമുക്ക് ഈ 2 ടീമുകളെ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PSG-യുടെ ആ ഒരു ബ്ലിങ് എറ എന്തായാലും കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം അവർ നെയ്മറിനെ കൊണ്ടുവന്നു, പിന്നെ അവർ എംബാപ്പയെ കൊണ്ടുവന്നു, അതിനുശേഷം അവർ മെസ്സിയെ കൊണ്ടുവന്നു. ഈ 3 സൂപ്പർ താരങ്ങളെ വെച്ച് ഒരു ടീം ഇറക്കിയിട്ടും അവർക്ക് ഇതുവരെ ചാമ്പ്യൻസ് ലീഗ് അടിക്കാനായിട്ടില്ല എന്നുള്ളതൊരു വലിയ അപമാനമായിട്ടാണ് ഈ ക്ലബിന്റെ ഓണേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇനഫ് ഇസ് ഇനഫ്. ഇൻഡിവിജ്വൽ ടാലന്റ് നമ്മളെ എവിടെയും എത്തിക്കില്ല, നമുക്ക് വേണ്ടത് ഒരു ടീമാണെന്ന് ഒടുവിൽ QSI തിരിച്ചറിയുകയും അവർ ലൂയിസ് എൻറിക്കിനെ കോച്ചായിട്ട് കൊണ്ടുവരികയും ചെയ്തു. ആൻഡ് ഇപ്പൊ PSG ഒരു ചരിത്ര സീസണിലേക്കാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിലെ ലീഗും കപ്പും അടിച്ച ഈ ടീം ശനിയാഴ്ച ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ജയിച്ചാൽ 3 ട്രോഫികൾ ഉൾപ്പെടെ ഒരു ട്രബിൾ കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് അത് അവർക്ക് അച്ചീവ് ചെയ്യാം എന്ന് അവർ ഉറച്ചു വിശ്വസിക്കും. ബിക്കോസ് ആ ടീമില് there is enough talent. എന്നാൽ ഒരു പക്ഷേ ഈ ഫൈനലിൽ ഒരു ടീമിനെ അവോയ്ഡ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആ ടീം തന്നെയാണ് ഇപ്പൊ അവരുടെ എതിരാളികളായി വന്നിരിക്കുന്നത്. സിമോണെ ഇൻസാഗിയുടെ കീഴിലുള്ള ഇന്റർ. ഇവരൊരു ടിപ്പിക്കൽ ഇറ്റാലിയൻ ടീമാണെന്നുള്ള റെപ്യൂട്ടേഷൻ കുറെ വർഷങ്ങളായിട്ട് ബിൽഡ് ചെയ്ത് വരികയാണ്. വളരെ ടൈറ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്ത് 1-2 എതിരാളികളുടെ മിസ്റ്റേക്കിനെ മുതലെടുത്ത് അവരെ പണിഷ് ചെയ്യുക എന്നുള്ള ഒരു റെപ്യൂട്ടേഷൻ ആണ് ഇറ്റാലിയൻ ടീമുകൾക്ക് പൊതുവെ ഈ ചാമ്പ്യൻസ് ലീഗിൽ ഉള്ളത്. ഇങ്ങനെ ഒരു അപ്രോച്ച് ഏറ്റെടുക്കുന്ന ഇന്റർ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഫൈനലിൽ പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഈ സീസണിൽ നമ്മൾ ഇന്ററിൽ നിന്നും വേറൊരു ഡയമെൻഷൻ കാണുന്നത് പോലെ എനിക്ക് തോന്നി. ഡിഫെൻസീവ്ലി ഇപ്പോഴും അവർ ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷെ അറ്റാക്കില് അവർക്ക് എന്തോ ഒരു എക്സ് ഫാക്ടർ ഈ സീസൺ വീണ് കിട്ടിയിരിക്കുന്നു. ബാഴ്സലോണയ്ക്കെതിരെയുള്ള സെമി ഫൈനലില് അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടതാണ്. ആൻഡ് അങ്ങനത്തെ ഒരു പെർഫോമൻസിലൂടെ ഫൈനലിലേക്ക് എത്തിയ ഈ ഒരു ടീമിന് എന്തായാലും ചാമ്പ്യന്മാരാവാനുള്ള ഒരു ചെറിയ എഡ്ജ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയ്ക്ക് ഡ്രാമാറ്റിക് ആയ ആ ഒരു സെക്കൻഡ് ലെഗിന്റെ ഒടുവിൽ ഈ ടീം ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തു എന്നുള്ളതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ഏതാനും മാസങ്ങൾ നമ്മൾ പുറകിലേക്ക് പോയാൽ PSG-യെ പോലെ തന്നെ ഇന്ററും ഒരു ട്രബിൾ അടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ സെറിയ ടൈറ്റിൽ കയ്യിൽ നിന്ന് പോയി, കപ്പ് കോമ്പറ്റീഷനും പോയി, ഇനി ആകെ ഉള്ളത് ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണ്. സോ നമുക്ക് ഒരു സംശയം ഇല്ലാണ്ട് പറയാം, ഈ ഒരു ടീം ഈ കപ്പ് അടിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുകയായിരിക്കും. അപ്പൊ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന 5 കീ പ്ലെയർ ബാറ്റിലുകൾ നമുക്ക് നോക്കാം. 5ാമത്തെ പ്ലെയർ ബാറ്റിൽ മാർക്കീനിയോസ് വേഴ്സസ് ലൗട്ടാറോ മാർട്ടിനസ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇതൊരു പക്ക സൗത്ത് അമേരിക്കൻ ബ്രസീൽ വേഴ്സസ് അർജന്റീന റൈവലറിയാണ്. ഒരു പക്ഷേ ഈ ഫൈനലിൽ കളിക്കുന്ന പ്ലെയേഴ്സിൽ ആ ട്രോഫി ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന 2 പേരാണ് ഈ മാർക്കീനിയോസും മാർട്ടിനസും. ഇനി അവരുടെ കരിയറിൽ ഈ ഒരു ട്രോഫി ജയിക്കാനുള്ള അവസരം അവരെ തേടി ഒന്നുകൂടെ എത്തുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും ഈ ട്രോഫി എങ്ങനെയെങ്കിലും അടിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലായിരിക്കും കളിക്കാൻ പോകുന്നത്. ആൻഡ് ഓബിയസ്ലി മാർക്കീനിയോസ് ഒരു സെന്റർ ബാക്ക് ആയതുകൊണ്ടും മാർട്ടിനസ് ഒരു സ്ട്രൈക്കർ ആയതുകൊണ്ടും ഇവര് തമ്മിൽ ഒരസും എന്നുള്ളതിൽ ഒരു സംശയമില്ലല്ലോ. ഈ PSG ടീമിന്റെ ലീഡറായ മാർക്കീനിയോസ് സെന്റർ ബാക്ക് പൊസിഷനിൽ പാച്ചോയുമായിട്ട് നല്ലൊരു പാർട്ണർഷിപ്പ് ആണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. PSG-യുടെ ഡിഫൻസീവ് ലൈൻ നോക്കിയാണെങ്കിൽ അവരുടെ 2 ഫുൾ ബാക്സും അതുപോലെ സെന്റർ ബാക്ക് ആയ പാച്ചോയും ബോൾ മുന്നോട്ട് കളിക്കാൻ വളരെയധികം ഇനീഷ്യേറ്റീവ് എടുക്കുന്ന പ്ലെയേഴ്സ് ആണ്.
ഇവരുടെയൊക്കെ നടുവിൽ മാർക്കിന്യോസിന്റെ എക്സ്പീരിയൻസും ഗെയിം റീഡിംഗ് എബിലിറ്റിയും ഈ ടീമിന് വലിയൊരു മുതൽക്കൂട്ടായി മാറിക്കഴിഞ്ഞു. ആ ഒരു ഡിഫൻസീവ് കോട്ട പൊളിക്കുക എന്നുള്ളതായിരിക്കും ലൗട്ടാറോ മാർട്ടിനസിന്റെ ദൗത്യം. മാർട്ടിനസിന്റെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റിനെ കുറിച്ച് ഞാൻ പിന്നെ പറയണ്ടല്ലോ. ഒരുപാട് ഓടുകയും ബാക്കിയുള്ള പ്ലേയേഴ്സിനെ കളിയിലേക്ക് കൊണ്ടുവരാനുള്ള സ്പേസ് ഈ റണ്ണുകളിലൂടെ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ് മാർട്ടിനസ് ഏറ്റവും വിദഗ്ധമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ സീസണിലുടനീളം അദ്ദേഹം ഒരു ക്ലീൻ ഫിനിഷർ ആണെന്നും തെളിയിച്ചു കഴിഞ്ഞു. PSG സംബന്ധിച്ചിടത്തോളം മാർട്ടിനസിനെ കൂട്ടാനായാൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇനി നാലാമത്തെ പ്ലെയർ ബാറ്റിൽ, ഇത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറും എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്ലെയറും തമ്മിലുള്ള ഒരു ബാറ്റിലാണ്. ഇന്ററിന്റെ സെന്റർ ബാക്ക് ആയ അലസാൻഡ്രോ ബസ്റ്റോണിയും PSG വിംഗറായ ഡിസയർ ഡുവേയും. ബസ്റ്റോണിയെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് 100 നാവാണ്. ഞാൻ ഇറ്റലി നാഷണൽ ടീമിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു താരമാണ് ഇപ്പൊ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സെന്റർ ബാക്ക്. ഈ ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ട് ബോൾ നല്ലോണം ബാക്കിൽ നിന്നും പ്ലേ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റർ ബാക്കിനെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ ലോകം തന്നെ കണ്ടിട്ടുള്ള ഒരുപാട് മികച്ച ഡിഫൻഡർമാരാണ് ഇറ്റലിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. അതിലേക്കുള്ള ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രിയാണ് അലസാൻഡ്രോ ബസ്റ്റോണി. ഞാൻ ഈ പറയുന്നതിൽ കുറച്ച് സ്വാർത്ഥതയുണ്ട്, പക്ഷെ എന്നാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ബസ്റ്റോണിയാണ് ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സെന്റർ ബാക്ക്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്നോട് ഡിസഗ്രി ചെയ്യുമെന്ന് എനിക്ക് അറിയാം, പക്ഷെ ഇന്റർ എന്നാലും ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ അടിച്ച ഈ ഒരു ആർഗ്യുമെന്റിന് കുറച്ചെങ്കിലും സപ്പോർട്ടേഴ്സ് ഉണ്ടാവും. ഇന്ററിന്റെ 3 മാൻ ഡിഫൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ കളിക്കാൻ സാധ്യതയുള്ള ബസ്റ്റോണി PSG-യുടെ റൈറ്റ് വിംഗറായ ഡിസയർ ഡുവേയായിട്ട് കൊമ്പ് കോർക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ ചാമ്പ്യൻസ് ലീഗിലെ ഈ സീസണിലെ ഏറ്റവും വലിയ ബ്രേക്ക് ഔട്ട് സ്റ്റാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഡുവേനെ വിശേഷിപ്പിക്കാം. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഇവൻ ആരാണെന്നോ ഇവന്റെ കഴിവുകൾ എന്താണെന്നോ നമ്മൾ പലർക്കും അറിയില്ലായിരുന്നു. ബട്ട് മൈ ഗോഡ് വാട്ട് എ പ്ലെയർ. വെറുതെ ഇങ്ങനെ മണിക്കൂറുകളോളം ഈ പ്ലെയർ ബോൾ കൊണ്ട് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കാം. അമ്മാതിരി ഗ്രേസ് ആണ് ഡുവേക്ക് ബോളിലുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫുട്ബോളിൽ ട്രഡീഷണൽ വിംഗേഴ്സിന്റെ റോള് അങ്ങോട്ട് മാഞ്ഞു മറിഞ്ഞു പോവുകയാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡുവേ ഈസ് എൻ എക്സെപ്ഷൻ. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ താരം ഇതിനോടകം തന്നെ വളരെ പോപ്പുലർ ആയി കഴിഞ്ഞു. പിന്നെ ചിലപ്പോ PSG മത്സരത്തില് ബാർക്കോളയെ ആയിരിക്കും വിംഗറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് ഞാൻ എവിടെയോ വായിച്ചു. അങ്ങനെ സംഭവിക്കല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. ബിക്കോസ് ഈ പ്ലെയർ ബാസ്റ്റോണിക്കെതിരെ കളിക്കുന്നത് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. PSG-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബസ്റ്റോണി എന്ന ആ വൻമതിലിനെ മുറിച്ചു കടന്നാൽ മാത്രമേ യാൻ സോമർ എന്ന പ്രതിഭാസത്തിനെതിരെ ഒരു ഗോൾ അടിക്കാൻ ശ്രമിക്കാനാവുകയുള്ളൂ. ഞാൻ പറയാതെ തന്നെ ആ ടാസ്കിന്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇനി മൂന്നാമത്തെ പ്ലെയർ ബാറ്റില്, ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ മാത്രമല്ല ഏതൊരു മത്സരത്തിലും ഒരു ടീമിന്റെ വിജയത്തില് അവരുടെ മിഡ്ഫീൽഡ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ആൻഡ് PSG-യെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ 3 മാൻ മിഡ്ഫീൽഡിനെക്കാളും ഒരുമിച്ച് കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന വേറൊരു മിഡ്ഫീൽഡ് ഈ ചാമ്പ്യൻസ് ലീഗ് സീസണിൽ നമ്മൾ കണ്ടിട്ടില്ല. ജോൺ നെവസും ഫാബിയൻ റൂയിസും വിറ്റീനിയയും ഒരുമിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ട്രയോ അത് ഈ സീസണിൽ PSG-യെ ഒരുപാട് സ്ട്രോങ് ആക്കി കഴിഞ്ഞു. ഈ മിഡ്ഫീൽഡ് ട്രയോക്ക് എല്ലാം ചെയ്യാം. ഒരുപാട് ഡിസ്റ്റൻസ് അവർ കവർ ചെയ്യും, നല്ലോണം ടാക്കിൾ ചെയ്യും, നല്ല പാസുകൾ ബിൽഡ് ചെയ്യും, അതുപോലെ ഡിസ്റ്റൻസിൽ നിന്നുള്ള ഷോട്ടുകൾ അടിക്കാനും ഇവർക്ക് ആർക്കും ഒരു മടിയില്ല. ഒരു പക്ഷേ ഈ ഒരു ട്രയോ കളക്റ്റീവായിട്ട് ഇത്ര നല്ലോണം പെർഫോം ചെയ്യുന്നത് കൊണ്ടാവാം PSG-യുടെ ഫുൾ ബാക്സിന് അറ്റാക്ക് ചെയ്യാനുള്ള അത്രയും ഫ്രീഡം ലഭിക്കുന്നത്. ഞാൻ ഈ വാഴ്ത്തിപ്പാടിയ മിഡ്ഫീൽഡിന്റെ ക്രൗൺ ജുവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്ലെയർ ആണ് വിറ്റീനിയ. വിറ്റീനിയയും ഇന്ററിന്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ഹക്കൻ ചലനോഗ്ലുവാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലെയർ ബാറ്റിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. PSG-യുടെ എഞ്ചിനാണ് ഈ വിറ്റീനിയ. വളരെ ഈസി ആയിട്ട് മിഡ്ഫീൽഡിൽ ഇരുന്ന് പ്ലേ ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിവുള്ള ഈ താരത്തിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ഇന്ററിന്റെ ഏറ്റവും വലിയ അജണ്ട ആയിരിക്കും. വിറ്റീനിയെ പോലെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറിനെ മിഡ്ഫീൽഡിൽ പ്രഷർ ഇടാനും പ്രസ് ചെയ്യാനും ഇന്റർ ഉപയോഗിക്കാൻ പോകുന്നത് ചലനോഗ്ലുവിന്റെ എനർജിയാണ്. ഇൻസാഗി വളരെ സ്മാർട്ട് ആയിട്ടുള്ള കോച്ചാണ്. പുള്ളിക്ക് ഓൾറെഡി അറിയായിരിക്കും ടൈമും സ്പേസും നൽകിയാൽ വിറ്റീനിയ കളിക്കാൻ പോകുന്ന പല പാസുകൾക്കും ഇന്ററിന് ഒരു ഉത്തരം ഉണ്ടാവുകയില്ല. ക്വാററ്റ്സ്കേലി ആയിക്കോട്ടെ, ഡെംബലെ ആയിക്കോട്ടെ, ഡുവെ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഡിഫൻസിന്റെ പിന്നിലേക്ക് നല്ലോണം റണ്ണുകൾ മേക്ക് ചെയ്യാൻ കഴിവുള്ള പ്ലേയേഴ്സ് ആണ്. ഇങ്ങനെ ഒരു പ്ലെയറിനെ മിഡ്ഫീൽഡിൽ അഴിച്ചു വിടുകയാണെങ്കിൽ PSG അറച്ചും പുറച്ചും ഗോളുകൾ അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ കളിയുടെ തുടക്കത്തിൽ തന്നെ ചലനോഗ്ലു മിക്കവാറും വിറ്റീനിയനെ ചുറ്റിപ്പറ്റിയായിരിക്കും കളിക്കാൻ പോകുന്നത്. നമുക്കറിയാം ചലനോഗ്ലുവിന്റെ സെറ്റ് പീസ് എബിലിറ്റിയും അറ്റാക്കിൽ നൽകുന്ന കോൺട്രിബ്യൂഷനും ഒക്കെ വർഷങ്ങളായിട്ട് ഇന്ററിന് ഒരു വലിയ തുണയായിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഒരു അഡീഷണൽ ഡ്യൂട്ടിയും കൂടെ ഉണ്ട്.
അത് വിറ്റീനിയയെ അൺസെറ്റിൽ ചെയ്ത് PSG മിഡ്ഫീൽഡിന്റെ റിതം ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ടാസ്ക് ചലനോളിന് വളരെ ഭംഗിയായിട്ട് ചെയ്യാനായാൽ ഇന്ററിന് ഈ മത്സരം ഡോമിനേറ്റ് ചെയ്യാം. അടുത്തത് പ്ലെയർ ബാറ്റിൽ നമ്പർ 2. ഈ ചാമ്പ്യൻസ് ലീഗ് സീസണിൽ PSG-ക്കും ഇന്ററിനുമായി വളരെ ഡിഫൈനിങ് കോൺട്രിബ്യൂഷൻസ് നൽകിയ രണ്ട് താരങ്ങൾ, ന്യൂനോ മെൻഡസ് വേഴ്സസ് ഡെൻസൽ ഡംഫ്രീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു മത്സരത്തില് യൂറോപ്പിലെ ബെസ്റ്റ് ഫുൾ ബാക്കുകൾ തന്നെയായിരിക്കും കളിക്കാൻ പോകുന്നത്. ഈ ന്യൂനോ മെൻഡസ് ആദ്യമായിട്ട് PSG-യിൽ വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വളരെ റോ ആയ ഒരു ടാലന്റ് ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ഇംപ്രഷൻ ഒന്നും ആ പ്ലെയറിന് നൽകാനായില്ല. ഡിഫൻസിലും അറ്റാക്കിലും എടുക്കുന്ന തീരുമാനങ്ങളിൽ വരുന്ന ഇൻകൺസിസ്റ്റൻസി മെൻഡസിനെ തുടർച്ചയായി വേട്ടയാടിയിരുന്നു. പക്ഷെ അതിലൊന്നും തളരാതെ ഇന്ന് മെൻഡസ് യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ലെഫ്റ്റ് ബാക്സ് ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ലൂയിസ് എൻറിക്കെ എന്ന കോച്ചിന് തീർച്ചയായിട്ടും അതിലൊരു പങ്കുണ്ട്. പക്ഷെ മെൻഡസിന് നമ്മൾ അവൻ അർഹിക്കുന്ന അപ്രീസിയേഷൻ കൊടുത്തിരിക്കണം. പോർച്ചുഗലിൽ നിന്നും വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ വേറൊരു രാജ്യത്ത് വന്ന് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാനാവാതെ സ്ട്രഗിൾ ചെയ്തൊരു പ്ലെയർ ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് പോലൊരു കോമ്പറ്റീഷനിൽ നമ്പർ 1 താരങ്ങളിൽ ഒരാളായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള വർക്ക് ചെറുതൊന്നുമല്ല. മെൻഡസ് അവന്റെ ക്വാളിറ്റി ഈ ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വിംഗേഴ്സിനെതിരെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ലിവർപൂളിനെതിരെ ആ ഒരു 2 ലെഗിലും മോ സലയെ ഈ പ്ലെയർ ഹാൻഡിൽ ചെയ്തത് ജസ്റ്റ് വാവ്. മെൻഡസ് തന്റെ കരിയറിൽ ഇനി കളിക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പോലെയുള്ള ഒരു ഹൈ പ്രഷർ മത്സരം ഇതിനു മുമ്പ് ചിലപ്പോൾ കളിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തില് മെൻഡസ് നേരിടാൻ പോകുന്നത് ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. ആ ഒരു ചലഞ്ചിനെ ഒരു വലിയ ചലഞ്ചായി മാറ്റാൻ പോകുന്നത് ഇന്ററിന് റൈറ്റ് വിംഗ് ബാക്ക് കളിക്കുന്ന ഡെൻസൽ ഡംഫ്രീസ് തന്നെ. ഇന്റർ എപ്പോ അറ്റാക്ക് ചെയ്താലും അവരുടെ ഒട്ടുമിക്ക മൂവ്മെന്റുകളും ഈ ഒരു ഡംഫ്രീസിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പോലെയാണ് ഈ സീസണിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഗോളുകളാവട്ടെ അസിസ്റ്റുകളാവട്ടെ ഇതെല്ലാം ക്രൂഷ്യൽ ടൈമില് ഈ താരം നേടിയിട്ടുണ്ട്. ഒരു 3 മാൻ ഡിഫൻസ് തന്റെ പിന്നിലുള്ളതിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഡംഫ്രീസ് വളരെ നല്ലോണം യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു മത്സരത്തിൽ പോസിബിളി ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് 2 ഫുൾ ബാക്സിനെയാണ് ഇന്റർ നേരിടാൻ പോകുന്നത്. അതിലൊരാളായ മെൻഡസുമായിട്ട് ഡംഫ്രീസ് കൊമ്പ് കോർക്കുമ്പോൾ അതിൽ ആര് ജയിക്കുന്നു എന്നുള്ളത് ഈ മാച്ചിന്റെ റിസൾട്ടിനെ തന്നെ അഫക്ട് ചെയ്തേക്കാം. ഇനിയാണ് നമ്പർ 1 പ്ലെയർ ബാറ്റിൽ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, അച്റഫ് ഹക്കീമി വേഴ്സസ് ഡിമാർക്കോ. PSG-യുടെ റൈറ്റ് വിംഗിൽ ഹക്കീമിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ ഒരിക്കലും ആവുകയില്ല. ഒരു പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് റൈറ്റ് ബാക്ക് ഇപ്പൊ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഈ മൊറോക്കോക്കാരൻ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നിങ്ങളോട് ഒരു ചാമ്പ്യൻസ് ലീഗ് ടീം ഓഫ് ദ സീസണോ ഒരു വേൾഡ് 11 ഒക്കെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഫുൾ ബാക്കുകളായിട്ട് ചൂസ് ചെയ്യുന്നത് മെൻഡസിനെയും ഹക്കീമിനെയും തന്നെയായിരിക്കും. ബിക്കോസ് ഈ സീസണിൽ അവരുടെ പെർഫോമൻസുകൾ PSG എന്ന ടീമിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എലിവേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും ഈ മത്സരത്തില് 2 വിങ് നോക്കിയാലും അവിടെ കളിക്കാൻ പോകുന്ന പ്ലേയേഴ്സിന്റെ ഒരു ക്വാളിറ്റി അത് വളരെ ഹൈ ആണ്. ഇതിന്റെയൊക്കെ ഇടയ്ക്കൂടെ ആർക്കൊക്കെ സ്പേസ് കണ്ടെത്താൻ പറ്റും, ആർക്കൊക്കെ ബോൾ കൊണ്ട് മുന്നേറാൻ പറ്റും എന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയണം. ഹക്കീമി ആ വിങ്ങില് PSG-ക്കായിട്ട് ഒരു മാജിക് റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഡിമാർക്കോയെ മറികടക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഫിസിക്കലി അത്ര ഡോമിനേറ്റിംഗ് ഒന്നും അല്ലാത്ത ഡിമാർക്കോയിൽ പക്ഷേ ഒരു പ്രത്യേക തരം എനർജി ഉണ്ട്. എനർജി എന്നുള്ളത് ഒരു റൈറ്റ് വേർഡ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇംഗ്ലീഷിന് അതിന് ഒരു പെർസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത് വന്നാലും വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ന് തീരുമാനിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഡിമാർക്കോ ഹക്കീമിയെ പൂട്ടാനുള്ള എല്ലാ വഴികളും ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഈ ഫുൾ ബാക്കുകൾ ഏറ്റുമുട്ടുമ്പോൾ ആര് വിജയിച്ചാലും ആ ഒരു വിജയം അവരുടെ ടീമിന്റെ കൂടെ വിജയമായിരിക്കും. That's it guys. ഈ 5 കീ ബാറ്റിലുകളാണ് എന്റെ അഭിപ്രായത്തിൽ ശനിയാഴ്ചത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഞാൻ ഉസ്മാനെ ഡെംബെലെനെ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്തതല്ല. ഒരു പക്ഷേ ഈ ഫൈനലിൽ ജയിക്കുകയാണെങ്കിൽ ഡെംബെലെ ബാലോൺ ഡിയോറിനുള്ള ഒരു മെയിൻ ഫേവറേറ്റ് ആയി മാറുകയും ചെയ്യും. പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മത്സരം ഡിഫൈൻ ആവാൻ പോകുന്നത് ഈ പറഞ്ഞ 5 കീ പ്ലെയർ ബാറ്റിലുകളിലൂടെയാണ്. ഇനി എങ്ങാനും 6 പ്ലെയർ ബാറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഡെംബെലെനെ ഇൻക്ലൂഡ് ചെയ്തേനെ. പക്ഷെ നമ്മുടെ സിഗ്നേച്ചർ ഐറ്റം 5 ആയതുകൊണ്ട് ഈ വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. എന്തോ എന്റെ മനസ്സ് പറയുന്നു ഈ ഒരു മത്സരം ഇന്റർ ജയിക്കുമെന്ന്. ഈ ടീം കുറച്ച് കാലങ്ങളായിട്ട് ഒരുമിച്ച് കളിച്ചുള്ള ഒരു കോർഡിനേഷൻ ഉണ്ട്. ആൻഡ് ഇങ്ങനെ ഒരു ഹൈ പ്രഷർ മാച്ച് കളിക്കാൻ അവരാണ് കുറച്ചും കൂടെ എക്വിപ്ഡ് എന്ന് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നു.
അതുകൊണ്ട് തന്നെ എന്റെ പ്രഡിക്ഷൻ ഇന്റർ ടു വിൻ ഇൻ എക്സ്ട്രാ ടൈം. ഈ മത്സരത്തിൽ നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതോടുകൂടി യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ സീസൺ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുക. എന്റെ ഒരു പ്ലാൻ വെച്ചിട്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് ടീം ഓഫ് ദ സീസണും അതുപോലെ തന്നെ ഒരു പ്രീമിയർ ലീഗ് ടീം ഓഫ് ദ സീസണും ചെയ്യാം എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ശരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ആസ് ഓൾവേസ് യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.